അല്ല, ഇങ്ങേർക്കെതിരെ ഇതിനു മുമ്പും ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടല്ല ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്. ഇപ്പോ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ നൽകാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ കോടതിയിൽ പോകാനോ തയ്യാറാവുന്നില്ല. ഇപ്പോ ഇന്നലെ ഹണി ഭാസ്കരൻ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നമ്മൾ ഈ കേരളം മുഴുവൻ അവരുടെ അനുഭവം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ നിരവധി ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രത്യക്ഷമായും പരോക്ഷമായും ഇദ്ദേഹത്തിനെതിരെ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ആരോപണങ്ങൾക്കെതിരെ കോടതിയിൽ പോകുവാനോ അല്ലെങ്കിൽ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുവാനോ ഇയാൾ തയ്യാറായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ, ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നിന്ന് തന്നെ ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ബന്ധപ്പെട്ട അവരുടെ പാർട്ടിയുടെ തന്നെ നേതാക്കന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ നിരവധി ആളുകളാണ് വരാൻ പോകുന്നത്. ഒന്നോ രണ്ടോ അല്ല, നിരവധി ആളുകളാണ് ഇത്തരത്തിൽ വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു, തൃക്കണ്ണാപുരത്ത് ഒരു ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടത്തിയാൽ മതി, ഇതിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഇങ്ങേർക്കെതിരെ ആദ്യമായിട്ടുണ്ടാവുന്ന ആരോപണമല്ല. ഇവിടെ KPCC ഒരു സമിതി തന്നെ ഇയാൾക്കെതിരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.